അത് രണ്ട് സിനിമയിലും ഒരേപോലെ ഒന്ന് അനിയത്തിയായിട്ടും നായികയായിട്ടും അഭിനയിച്ച് രണ്ടും നായികമാരിലെ പ്രാധാന്യമുള്ള സിനിമ. പക്ഷെ അന്ന് ലാലേട്ടൻ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കാര്യം ഓർക്കാൻ പറഞ്ഞാൽ ജീവിതത്തിൽ മറക്കാതെ ഓർത്തെടുക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ട്. അന്ന് ലാലേട്ടൻ നമ്മൾ സെറ്റിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഇന്നത് പറഞ്ഞതാര് ഓർക്കാൻ പറഞ്ഞാൽ ഓർത്തെടുക്കാൻ പറ്റുമോ? അയ്യോ, അങ്ങനെ ഓർത്തെടുക്കാൻ അങ്ങനെയൊന്നും, അങ്ങനെ നമ്മളെ ഇങ്ങനെ ഇന്നത് ചെയ്യുമെന്നൊന്നും പറയണ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അത് ലാലേട്ടനെ പറ്റിയും ഇവരാരും അങ്ങനെ നമ്മളെ ദിസ് ഇസ് ഹൗ ടു ഡു യുവർ വർക്ക് എന്നൊന്നും പറയുന്ന അങ്ങനെ, അതാണല്ലോ അവരുടെ എളിമയും, അതൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. പക്ഷെ എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് ഉസ്താദിന്റെ സെറ്റിൽ വെച്ചിട്ട് എൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അതെനിക്ക് വളരെ മെമ്മറബിൾ ആയിരുന്നു. അന്ന് അറിഞ്ഞപ്പോ അവർ തന്നെ ഒരു കേക്ക് അറേഞ്ച് ചെയ്ത് എല്ലാവരും ഉണ്ടായിരുന്നു. പ്രസാദങ്ങൾ, നരേന്ദ്രപ്രസാദങ്ങൾ, അത് ഒരു മെയിൻ സീൻ എടുത്തോണ്ടിരിക്കുമ്പോൾ അപ്പൊ വലിയ കോമ്പിനേഷൻ ആയിരുന്നു. ചിത്ര ചേച്ചി, കുറെ പേര്, അതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. സോ അവരെല്ലാവരും സെറ്റിലുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഞാൻ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത് എനിക്ക് എല്ലാവരും കേക്കൊക്കെ തന്ന് അതൊരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നും ഓർത്തിരിക്കാവുന്നതാണ് അല്ലേ? പിന്നീടുള്ള യാത്രയിൽ പല സിനിമകൾ കഥ കേട്ടിട്ട് വേണ്ട എന്ന് തോന്നിയതാണ്, കുറച്ചൊന്ന് മാറി നിൽക്കാം അല്ലെ, എനിക്ക് ഡാൻസ് പ്രോഗ്രാമായിട്ട് മുന്നോട്ട്, എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട്, US സെറ്റിൽ ആവുന്നു, അങ്ങനെ വേണ്ട എന്ന് മനഃപൂർവ്വം വെച്ച് മാറിയതാണോ? മനഃപൂർവ്വം വെച്ച് മാറിയത് എന്ന് വേണമെങ്കിൽ അതിപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. നമുക്ക് മെയിനായിട്ട് ഡേറ്റിൻ്റെ ആണ്. നമ്മൾ അവർ വിളിക്കുന്ന സമയം ചിലപ്പോൾ എല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ കാരണമാണ്, നമ്മളത് മാറാൻ കാരണമാകുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ അവിടെ നിന്ന് വരുന്നതിനെ ചൊല്ലി, കാരണം അത് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, ഇവിടെ എല്ലാം സെറ്റാവും. അപ്പോൾ ഒരു പക്ഷേ എനിക്ക് അവിടെ എൻ്റെ ഡാൻസ് സ്കൂളിൻ്റെ കാര്യങ്ങൾ, നമ്മളിപ്പോൾ 6 മാസത്തോളം ബുക്കിംഗ് പ്രോഗ്രാംസ് എടുത്ത് വെച്ചിട്ടുണ്ടാവും, അതും കമ്മിറ്റഡ് ആണ്, നോട്ടീസ് ഒക്കെ അടിച്ച് പേര് വെച്ചിട്ടുള്ളതാണ്, അവിടെ നോ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നാച്ചുറലി ആദ്യം വാക്ക് കൊടുത്തെടുത്ത് മുൻതൂക്കം കൊടുക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളുടെ അത് റൈറ്റ് ഡിസിഷൻ ആണോ എന്ന് അറിയില്ല, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ പല സിനിമകളും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പല സിനിമകൾ കാണുന്നുണ്ടല്ലോ, അപ്ഡേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സിനിമകൾ അപ്ഡേറ്റ് ആണ്. അന്നത്തെ കാലഘട്ടമല്ല ഇപ്പോഴത്തെ സിനിമ എന്നുള്ളത്, ഒത്തിരി വ്യത്യാസമുണ്ട്. ആർട്ടിസ്റ്റുകളിലാണെങ്കിലും എല്ലാവർക്കും വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെ കാണുമ്പോൾ നമ്മൾ അന്ന് ചെയ്തു വെച്ച കഥ ഇനിയിപ്പം പുതിയ സിനിമകൾ കാണുമ്പോൾ എനിക്ക് ഈ വേഷമൊക്കെ ചെയ്താൽ കൊള്ളാവിടുന്ന് തോന്നിയ സിനിമകളുണ്ടോ? സിറ്റുവേഷൻസ് ഒക്കെ കുറെ വളരെ റിയൽ ലൈഫായിട്ടുള്ള, വളരെ ക്ലോസ് ടു റിയൽ ലൈഫായിട്ടുള്ള സിറ്റുവേഷൻസ് ഉള്ള സിനിമകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത്രയുമൊക്കെ ലെയർ പീൽ ചെയ്ത് വളരെ നമ്മുടെ എന്താ പറയുക പച്ചയായ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അതിനെ എടുത്ത് കാണിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ആ ഒരു സ്ക്രിപ്റ്റിൽ ഞാനിങ്ങനെ അതിശയിച്ചിരുന്നിട്ടുണ്ട്. ചെറിയൊരു സിറ്റുവേഷൻ സിനിമ ആവുന്നുണ്ടല്ലോ ഇപ്പോൾ. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കാണുമ്പോൾ ഓടുന്നുണ്ട്, വിജയമാവുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല OTT വന്നതിന് ശേഷം ഒരുപാട് സിനിമകൾക്ക് തന്നെ ഒരു വേദിയായിട്ടുണ്ട്, അത് പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് കലാകാരന്മാർക്ക് അതൊക്കെ കാണുന്നുണ്ട്, വളർച്ചകളൊക്കെ കാണുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ഇപ്പം വാട്സാപ്പ്, അന്നൊന്നും ആ വാട്സാപ്പ് ഇല്ല, ഒന്നുമില്ല, ഓർക്കുട്ടൊക്കെയാന്ന് തോന്നുന്നു അന്നത്തെ കാലത്ത് അല്ലേ? ഫേസ്ബുക്ക് അത് കഴിഞ്ഞിട്ടാ വന്നു. നമുക്ക് ഓർക്കുട്ട് കാലത്തിൽ ഓടിയ ആളുകളാണ്. പക്ഷെ ഇപ്പൊ വാട്സാപ്പ് ഒക്കെ ഉണ്ട്. ഈ പഴയ ആളുകളൊക്കെ ആയിട്ട് ഒരു ബന്ധങ്ങൾ എങ്ങനെയാണ് സ്ഥാപിക്കുന്നത്? അങ്ങനെ എങ്ങനെയാണ് ദിവ്യാണി ഇപ്പോൾ? കുറച്ച് മോശമാണ്. നമ്മളുടേതായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും അതിൽ ഓട്ടത്തിലാണ്. അതായത് ഇപ്പോൾ ഡാൻസ് സ്കൂളിന് തന്നെ ഒരു സ്കൂളല്ലേ, അതിനൊരു അജണ്ടയുണ്ട്. അപ്പോൾ ഓണം കഴിഞ്ഞാൽ ക്രിസ്മസ്, നവരാത്രി, ദീപാവലി, ക്രിസ്മസ് പറയണ പോലെ നമുക്ക് അതിൻ്റെ സീസണിൽ അതിൻ്റേതായിട്ടുള്ള പരിപാടികൾ. അപ്പം ഈ ഒരു ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ഹായ് ബൈ ഫ്രണ്ട്ഷിപ്സ് തന്നെയാണ്. പിന്നെ അവിടേക്ക് ആരെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ കാണാറുണ്ട്. അങ്ങനെ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.